എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലും കപ്പ ഉണ്ടാക്കാം. അതിനായി ആദ്യം തന്നെ കപ്പ കഴുകി വൃത്തിയാക്കി കൊത്തി നുറുക്കി ഉപ്പിട്ട് വേവിച്ച് വയ്ക്കുക. എല്ലും കഴുകി വൃത്തിയാക്കി വയ്ക്കുക. അതിലേക്ക് ആവശ്യമായ പൊടികൾ റെഡിയാക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവ ലോ ഫ്ലെയിമിൽ നല്ല രീതിയിൽ വറുത്തെടുക്കാം. കളറ് മാറി വരണം. എപ്പോഴും ഇളക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഏകദേശം കളറ് മാറി സെറ്റായിട്ടുണ്ട്. ഇനി എല്ലിലേക്ക് ആവശ്യമായ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇവ റെഡിയാക്കി വയ്ക്കുക. ഒരു കുക്കറിലേക്ക് എല്ലിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ ആദ്യം റെഡിയാക്കിയ പൊടി ചേർക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇവ ചേർക്കുക. 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. എല്ലിൻ്റെ ഒപ്പം തന്നെ വെള്ളം, അതാണ് വെള്ളത്തിൻ്റെ കണക്ക്. ഏകദേശം ഇതുപോലെ വെള്ളവും ചേർത്ത് നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. 8 മുതൽ 10 വരെ വിസിൽ വരണം. ഓരോ കുക്കറിന് അനുസരിച്ച് സമയവ്യത്യാസം ഉണ്ടാകും. അവിടെ ഇപ്പോൾ ഏകദേശം എല്ല് വെന്തിട്ടുണ്ട്. ആവി പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ എല്ല് വെന്തിട്ടുണ്ടാകും. ആദ്യം വേവിച്ച് വെച്ച കപ്പ ലോ ഫ്ലെയിമിലേക്ക് എടുത്തു വച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് എല്ല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായൊരു താളിപ്പ് റെഡിയാക്കാം. അതിനായി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 5 ചുവന്നുള്ളി കുനുകുനാന്ന് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ 1.5 ടീസ്പൂൺ മീറ്റ് മസാല ചേർക്കാം. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. കപ്പയിലേക്ക് 1 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് നമ്മൾ റെഡിയാക്കിയ താളിപ്പും കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. എല്ലും കപ്പയും മിക്സ് ചെയ്യാൻ വലിയ പാത്രമാണ് നല്ലത്. നമുക്ക് ഇളക്കി യോജിപ്പിക്കാൻ ഇതാണ് എളുപ്പം. മിക്സിങ് റെഡി ആയില്ലെങ്കിൽ കപ്പ ഒരിടത്തും എല്ലായിടത്തുമായിട്ട് കിടക്കും. ലോ ഫ്ലെയിമിലാണെങ്കിലും ചെറിയ രീതിയിൽ തിള വരുന്നുണ്ട്. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചാലേ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഏകദേശം എല്ലും കപ്പയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടോടെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നെയ്യുള്ളത് കൊണ്ട് ചൂടോടെ കഴിക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ സ്വാദിഷ്ടമായ എല്ലും കപ്പയും റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.